സിദ്ധാർത്ഥ് എന്താ ഇത്? ഇവളെന്തേ കാണിക്കുന്നേ? ഇത്രയും ദിവസം ഇവളല്ലേ ഹീറോയിൻ ആയിരുന്നത്, പക്ഷെ ഇന്നെന്താ വില്ലത്തിയെ പോലെ പെരുമാറുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ചേച്ചി വായിൽ തോന്നിയതൊക്കെ പറഞ്ഞിട്ടും വേദാന്തേട്ടൻ പുഞ്ചിരിച്ചോണ്ട് നിൽക്കുവാണല്ലോ. എനിക്കും അത് തന്നെയാ മനസ്സിലാവാത്തെ. എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ഡിക്ഷണറിയിലുള്ള തെറികളെല്ലാം കൂട്ടിച്ചേർത്ത് റീമിക്സ് ചെയ്ത് പറഞ്ഞാലും നീ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണോ? ഇങ്ങനെ വെറുതെ ചിരിക്കാൻ മാനോ മര്യാദ ഒന്നുമില്ല നിനക്ക്. നീ ശരിക്കും ഒരു വട്ടനാണെന്ന് ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞു. നീ ആ മുതുക്കിയുടെ വാക്കും കേട്ട് വേദാന്തേട്ടനെ പറ്റി പറഞ്ഞപ്പോഴേ ഞാൻ ഓർക്കണമായിരുന്നു എന്തോ വരാനുണ്ടെന്ന്. ഇപ്പൊ നോക്ക്, ഇവിടെ ഇങ്ങനെ അവിടെ എങ്ങനെ, ഇവിടെ മഴ പെയ്യുന്നു അവിടെ മഴ പെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ദുശ്ചിന്ത വരുമ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നോക്കങ്ങോട്ട്. നീ എന്താ പറയുന്നേ? അതേടി നിനക്ക് ഒന്നും മനസ്സിലാവില്ല. ഇത്ര ചെറുപ്രായത്തിൽ ഇത്രയും കളത്തരം പഠിച്ചാ കുറച്ചുകൂടെ വലുതാവുമ്പോ എന്തൊക്കെ കാണേണ്ടി വരും. ആണോ? ആദ്യം ചേച്ചി ഒന്ന് കാണട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം പിശാചിന്റെ കാര്യം ശരിയാക്കാൻ. ഇന്ന് അവന്റെ പേരിന്റെ മുമ്പിലുള്ള അഹങ്കാരിയും മരപ്പട്ടിയൊക്കെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഞാൻ ചേർക്കും. ഇന്ന് അവന്റെ കാര്യത്തില് തീരുമാനാക്കണം. ആരതി ചേച്ചി, ചേച്ചി ഇത് എവിടെയാ? ഞാൻ വിളിക്കുന്ന നീ കേൾക്കുന്നുണ്ടോ? നീ എവിടെയാണെങ്കിലും ഒന്ന് വിളി കേക്ക്. ഞാൻ ഇവിടെ എത്തി, നീ ഇനി ഒന്നും പേടിക്കണ്ട. ചേച്ചി, ചേച്ചി, ആരതി ചേച്ചി. ഇതിങ്ങനൊക്കെ തന്നെ സംഭവിക്കുന്നു. പാവം, വെറുതെ ആ നല്ല മനുഷ്യനെ തെറ്റിദ്ധരിച്ചു. അമൂല്യ ചേച്ചിയുടെ കഥ കഴിഞ്ഞു തന്നെ. അതെ, വായടച്ചോ. ചേച്ചി, 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 നീ ഇവിടെ? അത് ഈ വേഷത്തില്? നീ വിക്കി ചേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചോ? അതെ അമ്മു, ഇതിനെല്ലാം കാരണം വേദാന്തി ചേട്ടനാണ്. അദ്ദേഹമാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റായി പോയെന്നെ. ഇനി ഒരിക്കലും വിക്കിയെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമല്ല എന്നൊന്നും ഞാൻ പറയില്ല അമ്മു. പ്രമീ, പ്രമീ, ഇതെന്താ ഇവിടെ ഒരാളും അനക്കൊന്നുമില്ലേ? കുട്ടികളെന്തിയേ? ഇല്ല,
അവരൊക്കെ പുറത്തു പോയിരിക്കുക. പുറത്തു വരികയെന്നോ? എവിടെ പോയതാ? അതല്ല, എല്ലാവരെയും പെട്ടെന്ന് കാണാതാവുമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അഞ്ജുവോ ഫോൺ ചെയ്ത് പറഞ്ഞേ. എന്താണാവോ? എന്താണ് കാര്യം? ആ, ആരതിയോട് വിക്കിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോവെന്നാ പറഞ്ഞേ. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ എല്ലാം വന്നിട്ട് പറയാന്ന് അവര് പറഞ്ഞു. പെട്ടെന്ന് ഫോൺ വെക്കുകയും ചെയ്തു. എന്തായാലും എല്ലാം ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാവർക്കും തിരിച്ചറിവുള്ളവരല്ലേ, അവര് തന്നെ എല്ലാം ശരിയാക്കട്ടെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലോ അല്ലേ? ഏയ്, എനിക്കൊന്നുമില്ല. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ലേ കുട്ടികളുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ടാന്ന്. അവരുടെ കല്യാണക്കാര്യത്തിൽ അവരെടുക്കുന്ന തീരുമാനം അത് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കും. എന്തെങ്കിലും കുഴപ്പം പറ്റിയ പിന്നെ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. ഞാൻ ആലോചിച്ചപ്പോ അത് ശരിയാണെന്ന് തോന്നി. മാതാപിതാക്കളെന്ന നിലയ്ക്ക് അവരെ ചോദ്യം ചെയ്യുന്നതും ഉപദേശിക്കുന്നതും എല്ലാം നമ്മുടെ കടമയാണ്. മുതിർന്നവരായ നമ്മൾ വേണ്ടേ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ. പക്ഷെ മാർഗം അവരുടേതായിരിക്കണം. എന്ന് കരുതി നിനക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സ്വപ്നങ്ങൾ നടന്നില്ലെന്ന് കരുതി നിന്റെ മനസ്സ് വേദനിക്കാനോ വിഷമിക്കാനോ ഒന്നും പാടില്ല. എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. എന്നാലും നമ്മുടെ ആരതി എത്ര നല്ല കുട്ടിയല്ലേ. ഞാൻ വിഷമിക്കുമെന്ന് കരുതി നിങ്ങൾ പറയുന്ന ചെറുക്കനെ ഞാൻ വിവാഹം കഴിച്ചോളാന്ന് അവള് നമ്മളോട് സമ്മതിച്ചില്ലേ? അതെ, അതാ എനിക്കും ആശ്ചര്യം. അവൾ ഈ വീട്ടിലെ മൂത്ത കുട്ടിയല്ലേ. ഞാൻ എടുക്കുന്ന ഒരു തീരുമാനവും തന്റെ അനിയത്തിമാർക്ക് ഒരു ദോഷവും ഉണ്ടാക്കാതിരിക്കാൻ അവൾ ആലോചിച്ചാ ചെയ്തത്. ഈ പ്രായത്തിനുള്ളിൽ തന്നെ അവൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ചിലപ്പോ അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നും. അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആരതി നമ്മൾ വരച്ച വരയ്ക്കപ്പുറം ഒരിക്കലും പോയിട്ടില്ല. ചേട്ടാ, ഇതെന്ത് നിശ്ചയോ? ഒരു തയ്യാറെടുപ്പും ഇല്ല. പൂജയ്ക്ക് വേണ്ട സാധനങ്ങളും പൂവും പഴങ്ങളും ഒന്നുമില്ല. വേറെ ഒന്നുമില്ലെങ്കിലും ആ പൂജാരിയെങ്കിലും വേണ്ടേ? വേദാന്ത് പറയുന്നത് പോലെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവനെന്താ പറയുന്നേ? ആരതിയും വിക്കിയും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് അവർക്ക് ആ സ്നേഹത്തിനേക്കാളും വലുതായിട്ട് ഒന്നുമില്ലെന്ന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് ആഡംബരത്തിന്റെ യാതൊരു ആവശ്യമില്ല. അതുകൊണ്ടാണ് വേദാന്ത് ചേട്ടൻ വിക്കിയുടെ ആരതിയുടെ അടുത്ത ബന്ധുക്കളായ ഇത്രയും പേര് മാത്രം മതിയെന്ന് കരുതി ഇങ്ങനെ ഒരു സ്ഥലം തെരഞ്ഞെടുത്തത്. ആരതിക്ക് എന്തായാലും ദൈവം, അമ്പലം, ഈ വക കാര്യങ്ങളൊക്കെ വളരെ പ്രിയമല്ലേ. അതുകൊണ്ടാ. വിക്കി ചേട്ടനാണെങ്കിൽ ആരതിക്ക് എന്താണോ ഇഷ്ടം അത് തന്നെ ഇഷ്ടം. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഈ ചടങ്ങ് നടക്കും. കണ്ടില്ലേ വേദാന്തേട്ടൻ നമ്മളെയൊക്കെ എത്ര നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. എത്ര റൊമാൻറ്റിക് ആ ചേട്ടൻ. ഒരു വേദാന്തിന്റെ വാലേ, നീ എന്താ ഈ ഗ്യാപ്പിൽ ലൈൻ അടിക്കാനുള്ള പരിപാടിയാണോ? മുതുക്കി, ഇതല്ലാതെ നിന്റെ തലയിൽ വേറെ ഒന്നും വരില്ല അല്ലേ? പിന്നെന്താടി, എപ്പ നോക്കിയാലും അവന്റെ കാര്യം മാത്രമാണല്ലോ നിനക്ക്. അവനെ പറ്റി ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരുമിച്ചങ്ങ് പറഞ്ഞേക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ട. കഴുതൊക്കെ അറിയില്ലല്ലോ കസ്തൂരിയുടെ ഗന്ധം. മാലക്കഴുതയുടെ പാതി.
ഏയ് കഴുതേ, നീ എന്താ നോക്കുന്നേ? ഞാൻ നിന്നെ വാട്ട്? ബ്ലഡി സൈക്കോ വുമൻ. എന്നാ രണ്ടുപേർക്കും ഇടയിലുള്ള ഈ കെമിസ്ട്രി വർക്കൗട്ടായോ? വർക്കൗട്ടോ? എന്താ പറ്റിയതമ്മോ നിനക്ക്? ഛീ, ഥു. ഹായ് അമ്മായി. ആ ശാരിക, നീ എത്തിയോ? വാ വാ. യു ആർ വെരി സ്മാർട്ട്. എന്തു പറ്റി അമ്മായി? ഞാൻ പറഞ്ഞില്ലെങ്കിലും നീ എന്തായാലും ട്രഡീഷണൽ ഡ്രസ്സിലാണല്ലോ വന്നത്. എനിക്ക് സന്തോഷമായി. വെരി ക്ലവർ. എനിക്കും കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി, പറയാതെ വയ്യ. അയ്യോ, ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? കാണാൻ ക്യൂട്ടാണ്, പാവ്യപ്പല ഉണ്ടെന്നാ പറഞ്ഞത്. ചില സമയത്ത് ഒരു ബോധമില്ലാത്ത പോലെ നീ പെരുമാറുന്നത്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ചേച്ചിക്ക് ദേഷ്യം വരുമ്പോ ഞാനല്ലേ സാധാരണ തണുപ്പിക്കാറ്? ഒരു സഹായം ചെയ്യാനും പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. ഇങ്ങനൊക്കെ വരുമ്പോഴുണ്ടല്ലോ, അതൊക്കെ ചേച്ചി അങ്ങ് സഹിച്ചേ പറ്റൂ. അല്ല ശാരിക, നീ ഇവിടെ ഇരിക്കാൻ പോവാണോ? എന്താ അമ്മായി, എന്തു പറ്റി? ഇന്ന് നീ എന്റെ ഒപ്പം ഇരിക്കാനുള്ള സ്ഥലം ഇവിടെയല്ല. എന്റെ കൂടെ വാ. ഇവിടെ ഇരിക്കും. ഇതിലെന്താ അമ്മായി, എന്തിനാ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞേ? നീ ഇന്നിരിക്കേണ്ടത് ഇവിടെയാ. നോക്ക് ശാരിക, ഞാൻ മോഡേൺ ആയ ഒരാളാ. പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ അമ്മ അതൊക്കെ എന്നെ പഠിപ്പിച്ചത്. താല്പര്യമില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അതൊക്കെ ശരിയമ്മായി. ഇപ്പൊ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നേ? നീ എന്റെ മരുമകളാകാൻ പോകുന്നവളാ. അതിന്റെ ഒരു ചടങ്ങാ ഇത്. നമുക്കിങ്ങനെ എൻഗേജ്മെന്റ് നടക്കുന്ന നിനക്ക് ഓക്കെ അല്ലേ? അതെ വിക്കി ചേട്ടാ, ഈ പബ്ലിക്കിൽ വെച്ച് എന്താ നിങ്ങളുടെ രഹസ്യം പറച്ചില്? നോ മോർ സീക്രട്സ്. എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റണം. വിക്കി ചേട്ടാ, എൻഗേജ്മെന്റ് എന്ന് വെച്ചാ നീ എന്നെ കല്യാണം കഴിക്കൂ എന്ന് ചോദിക്കുന്ന ദിവസമാ. നിങ്ങൾ ഇന്ന് നല്ല റൊമാൻറ്റിക് ആയിട്ട് വേണം നിൽക്കാൻ. ഇനി എന്തിനാ കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നത്? കല്യാണം കഴിക്കാൻ വേണ്ടിട്ടല്ലേ പ്രേമിച്ചത്? ഡി അഹങ്കാരി, കൊച്ചു കുട്ടികൾ എല്ലായിടത്തും സംസാരിക്കാൻ പാടില്ല. മിണ്ടായിരുന്നു. വിക്കി ചേട്ടാ, എന്നാ തുടങ്ങിക്കോ. നിങ്ങൾ നോക്കിക്കോ, ഇന്ന് എൻഗേജ്മെന്റ് അല്ലേ? ഞാൻ ആർതിയെ പ്രൊപ്പോസ് ചെയ്ത് എങ്ങനെയാണെന്ന് റീമേക്ക് ചെയ്ത് കാണിച്ചു തരാം. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളെല്ലാവരും ലൈവായിട്ട് കണ്ടോ? എന്താ ആരതി? ആരതി, നിനക്ക് എന്താ പറ്റിയേ? എന്താ ഉണ്ടായേ? കാര്യം പറ. അച്ഛനും അമ്മയും ചേച്ചി, ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും.
എന്നാൽ എന്റെ മനസ്സിലുള്ള വേദനയും സങ്കടവും എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. ഞാൻ നിന്നോട് പറയുന്നത് കേട്ട് വിഷമിക്കരുത് വിക്കി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതിലെനിക്ക് ഒരു സംശയവുമില്ല. എല്ലാത്തിനേക്കാളും വലുതായി പ്രണയത്തിൽ വേണ്ടത് വിശ്വാസമാണെന്ന് എനിക്കറിയാം വിക്കി. അല്ലാതെ അന്ധവിശ്വാസവും ഭവിഷ്യവും ജാതകവും ഒന്നുമല്ലെന്ന് എനിക്ക് വേദാന്ത ചേട്ടൻ പറഞ്ഞു തന്നു. എന്നാൽ എനിക്കിങ്ങനെ നിശ്ചയം നടത്താൻ താല്പര്യമില്ല വിക്കി. ഒന്ന് മനസ്സിലാക്ക്. ആരതി ഞങ്ങൾ ചേട്ടാ, നിങ്ങൾ പറയുന്നു. അപ്പോഴേ പറഞ്ഞതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ ഇതൊരു നല്ല അവസരമാണെന്ന് എനിക്കറിയാം. എന്നാ എന്നെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ഇവിടെ ഇല്ല. അതിനേക്കാൾ എല്ലാം ഉപരിയായി എന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. എന്റെ അച്ഛനും അമ്മയും മാത്രമല്ല, വിക്കിയുടെ അച്ഛനും അമ്മയും പോലും ഇല്ലാതെ ഇങ്ങനൊരു നിശ്ചയം നടത്താൻ എനിക്ക് താല്പര്യമില്ല. ഒരു മിനിറ്റ്. ചേച്ചി, ഈ പ്രേമവും പ്രണയവും ലവും ഒന്നും എന്നെ കൂടൊന്നും പറ്റില്ല. അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ. അതിഥിയോട് നമ്മളെപ്പോഴും ആരെയും പ്രണയിക്കില്ലെന്ന് പറഞ്ഞ് തലേ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചില്ലേ? ആദ്യമൊക്കെ നിങ്ങളുടെ പ്രണയത്തിന്റെ കാര്യം ഞാൻ അറിയാതെ അവളെന്തോ പ്രശ്നം ഉണ്ടാക്കിയതാന്ന് കരുതി അവളെ അടിച്ചിട്ടുണ്ട് ഞാൻ. അത്ര ദേഷ്യമായിരുന്നു എനിക്ക് പ്രണയിക്കുന്നതിനോട്. അത് വെറും നേരമ്പോക്കാണ്, ശരിയല്ല, മോശമായ കാര്യമാണ്, അങ്ങനെയൊക്കെയാ ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നാ ചേച്ചിയും വിക്കിച്ചേട്ടനും എന്റെ ആ ചിന്തയെ എത്രമാത്രം മാറ്റിയെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കാറിൽ പോകുമ്പോ നിങ്ങളുടെ ക്യൂട്ട്നെസ് കണ്ടിട്ട് എനിക്കും അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് ശക്തിയുണ്ട് ചേച്ചി നിങ്ങളുടെ പ്രണയത്തിന്. അമ്മു, ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എന്നാൽ അതല്ല എന്റെ ചിന്ത. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരോടും. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ചേച്ചി. നീ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാ ജീവിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ആരെങ്കിലും വിഷമിക്കോ, അതൊക്കെ നീ ആദ്യം ചിന്തിക്കാറ്. നിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ കളഞ്ഞ് നീ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാണോ? ആ ഗൗതമിനെ കല്യാണം കഴിക്കാനും നീ തയ്യാറായതല്ലേ? എന്നാൽ നിനക്ക് എപ്പോഴും നിന്റേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. അതിനകത്ത് സ്വപ്നവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ട്. എല്ലാത്തിനും അവസരവും ഉണ്ട്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ എല്ലാ സന്തോഷത്തിനും കാരണക്കാരും നിങ്ങളെല്ലാരുമാണ്. അയ്യോ ചേച്ചി, പ്ലീസ്, ഒരേ ഒരു തവണ ഞങ്ങളെ എല്ലാം മറന്ന് നിന്റെ ഉള്ളിന്റെ ഉള്ളൊന്ന് നോക്ക്. ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ഒരേ ഒരു ദിവസമെങ്കിലും നീ എപ്പോഴെങ്കിലും നിനക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? എന്നാ ഇന്ന് ഒരു ദിവസമെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്ക്. ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി എന്റെ സ്വന്തക്കാരെ എല്ലാം ഞാൻ മറന്നു കഴിഞ്ഞ ഇത്രയും നാൾ എന്നെ വളർത്തി വലുതാക്കിയ എന്റെ അച്ഛന്റെ അമ്മയുടെയും അവസാന ശ്വാസം വരെ അവർക്കത് വിഷമാവില്ലേ? അങ്ങനെയല്ലേ അമ്മു? ഇല്ല ചേച്ചി, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നിന്റെ നിശ്ചയം കഴിഞ്ഞു എന്ന് അറിഞ്ഞു കഴിയുമ്പോ കുറച്ചു സമയം അവരവിടെ ഇല്ലായിരുന്നല്ലോ എന്നോർത്ത് ചിലപ്പോ അവര് വിഷമിക്കുമായിരിക്കും. അത് കുറച്ചു സമയത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. അത് തന്നെ അമ്മു, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറയുന്നത്. എന്നാ അതിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നു പോലും ഇല്ലല്ലോ ചേച്ചി. അതിനുശേഷം എന്താ പറയ്? നീ അവര് വിഷമിക്കും, അവര് സങ്കടപ്പെടുമെന്നൊക്കെ നീ നിന്റെ ആംഗിളിൽ നിന്നല്ലേ ചിന്തിച്ചോണ്ടിരിക്കുന്നേ. എന്നാ ഈ എൻഗേജ്മെന്റിന്റെ കാര്യത്തില് എന്തൊക്കെ സംഭവിച്ചു? അവരെത്രത്തോളം സങ്കടപ്പെട്ടു എന്നുള്ള കാര്യമൊന്നും നിനക്കറിയില്ല. അവരത്രയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുമ്പോ അവർക്ക് സമാധാനം തോന്നില്ലേ ചേച്ചി? അത് പിന്നെ വിക്കി, വേണ്ടായിരുന്നേ, എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
എന്നാൽ ആ സെയിം സിറ്റുവേഷൻ പിന്നെയും ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതിനു മുമ്പേ ആരും അറിയാതെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ നീ അന്നും വേണ്ടാന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. വീണ്ടും നിന്നെ ഇതേ അവസ്ഥയിൽ തന്നെ കൊണ്ടുവരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് അങ്ങനെയല്ല വിക്കി, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയാം, എനിക്കെല്ലാം അറിയാം. ഇത്രയും നാൾ നീ എന്റെ കൈവിട്ടു പോകുമെന്ന് എന്റെ മനസ്സിലൊരു സംശയം പോലും ഉണ്ടായിരുന്നില്ല. ഞാനും പിന്നെ നീയും പിന്നെ നമ്മളൊരിക്കലും അകലില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിന്റെ അച്ഛനും അമ്മയും നിശ്ചയം വേണ്ട താലികെട്ട് മതിയെന്ന് പറഞ്ഞാലും ഞാൻ റെഡിയാണ്. അവരിനി എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്തോളാം, ഒരു പ്രശ്നമില്ല. പക്ഷെ എന്റെ ചേട്ടൻ നിന്നെ മാത്രമല്ല എന്റെയും കണ്ണു തുറപ്പിച്ചു. ഞാൻ ഇന്നു മുതൽ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ അപ്സെറ്റ് ആവില്ല. അപ്സെറ്റായി ആവശ്യമില്ലാതെ ചിന്തിക്കില്ല. ഞാൻ ഫോഴ്സ് ചെയ്യില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലേ ആരതി. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോ ഈ ചെയ്യുന്ന കാര്യത്തില് ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. നീ എന്തിനാ വേറെ രീതിയിൽ? വേറൊന്നും വേണ്ട ചേട്ടാ. ആരതി എങ്ങനെയാണോ ഞാൻ അവൾ അങ്ങനെയാണ് സ്നേഹിച്ചത്, അതങ്ങനെ തന്നെ പോട്ടെ. ആരതി, അവസാനമായിട്ടൊരു കാര്യം, ഐ ലവ് യു. And that's what matters. വാ പോവാം. നിങ്ങൾക്ക് 4 പെൺകുട്ടികളാണുള്ളത്. ഇന്നു മുതൽ നിങ്ങൾക്കൊരു ആൺകുട്ടി കൂടി ഉണ്ട്. അത് ഞാൻ അമ്മാവാ. വരൂ പോവാ. അമ്മായി, ഇതൊക്കെ എന്റെ ലൈഫിൽ നടക്കുന്നെന്ന് ഓർക്കുമ്പോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ കാര്യം വളരെ മുൻപേ ചെയ്യേണ്ടതായിരുന്നു. ചില അനിഷ്ടങ്ങൾ തടസ്സമായി വന്നതുകൊണ്ട് ഈ കാര്യം കുറച്ച് താമസിച്ചു. അതെ, നിന്റെ മുന്താണി എടുത്ത് മടിയിൽ പിടിച്ചേ. എന്റെയും ശ്രീധരന്റെയും ബന്ധം വീട്ടിൽ അറിഞ്ഞപ്പോൾ അവരുടെ അമ്മ എന്നെ വിളിച്ച് ഇങ്ങനൊരു ചടങ്ങ് നടത്തിയിരുന്നു. ഈ ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ അമ്മായിയും മരുമകളും സ്നേഹത്തോടെ ജീവിക്കുമെന്ന് അവരുടെ വിശ്വാസം. അമ്മായി, നിങ്ങൾ വളരെ നല്ല ആളാ. എല്ലാവരും എനിക്കെതിരെ നിന്ന് ആരും എനിക്കൊപ്പം ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾ എന്റെ മേൽ വിശ്വാസം വെച്ച് എന്റെ ഒപ്പം നിന്നു. ഇത് ഞാൻ എന്റെ മരണം വരെ മറക്കില്ല അമ്മായി. ഐ വിൽ ബി താങ്ക്ഫുൾ ടു യു.